ഹലോ ഗായ്സ്, ഇത് നമ്മുടെ വർക്കല പാവനാശമാണ്. ഞാൻ ഇന്ന് വൈകിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എടുത്ത വീഡിയോ ആണ്. കഷ്ടം, ഈ ചെളിയും വെള്ളവും കാരണം ആൾക്കാർക്ക് നടക്കാൻ വയ്യ. ഇന്ന് പാവനാശത്ത് എന്തുമാത്രം ജനങ്ങൾ വന്ന് ബലിതർപ്പണം നടത്തിയ ഒരു സ്ഥലമാണ്. വൈകിട്ട് ഞാൻ പോയ സമയങ്ങളിലും അവിടെ ബലിതർപ്പണം ഉണ്ടായിരുന്നു. അപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു, തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം ഈ വണ്ടി പോണ ടൈമിലും എല്ലാവരും പല സ്ഥലത്തായിട്ട് ഒതുങ്ങി നിന്ന് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട്. കാരണം വണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ചെളിയെല്ലാം ദേഹത്തടിച്ച് കയറ്റും. ഞാൻ തന്നെ ഒതുങ്ങി നിൽക്കുന്ന മഴ കാരണം ആ സൈഡിലോട്ട് മാറി നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. കഷ്ടം. എനിക്ക് വേറൊന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ, കാരണം ചെറിയ ചെറിയ കടകൾ ആ സൈഡുകളിലെല്ലാം ഉണ്ട്. അപ്പം ഈ വരുന്ന വണ്ടികളിലും നല്ല സ്പീഡിന് വരുന്ന വണ്ടികളിലൊക്കെ ആണെങ്കിൽ വെള്ളം തെറിച്ച് ആ കടകളിലൊക്കെ വീഴും. കാരണം റോഡിൻ്റെ അരിയിലാണ് ഇരിക്കുന്നത്. കാരണം അവർക്ക് വേറെ സ്ഥലങ്ങളൊന്നുമില്ല വെക്കാനായിട്ട്. ഇത്രയും ജനങ്ങൾ വരുന്നിടത്തൊരു ചെറിയ ചെറിയ കച്ചവടങ്ങൾ വെക്കുന്നത് ആ സൈഡിൽ തന്നെ ആയിരിക്കും. ഈ മഴവെള്ളം ഈ ചെളി എല്ലാം അടിച്ചു കയറുന്നു. കണ്ടോ, നടന്ന് വരുമ്പം തന്നെ നമ്മളെ കാല് ഫുള്ളും വെള്ളത്തിലാണ്. അപ്പോൾ ഒരു വണ്ടി ഓടിച്ച് വരുമ്പോൾ മാക്സിമം ഒരു കുറച്ച് ബ്രേക്ക് പിടിച്ച് വന്നാൽ പോലും എത്രയും വെള്ളം തെറിച്ച് അവിടെ നിൽക്കുന്നവരെ ദേഹത്തൊക്കെ വീഴും. എന്താ ചെയ്യുക, നമ്മളെ രാജ്യം പോണൊരു അവസ്ഥയെ. പാവനാശം എന്ന് പറയുന്നൊരു അത്രയും നല്ല ബലിതർപ്പണം നടക്കുന്ന ഒരു സ്ഥലമാണ് വർക്കല പാവനാശം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ഇങ്ങനത്തെ ദയനീയാവസ്ഥ കണ്ട് ഞാൻ തന്നെ ആ മഴയത്തെ സൈഡിൽ കൂടെ പോകുമ്പോഴും വണ്ടികൾ വരുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെളിയിൽ കൂടെ ഇറങ്ങി പോകാൻ പറ്റത്തുള്ളൂ. ചെളി വെള്ളത്തിൽ കൂടെ പോലീസുകാരും എല്ലാം അവിടെ ഉണ്ട്. കാരണം രാത്രി അവിടെ കൂടി നിൽക്കുന്നവരെയൊക്കെ വിട്ടുവിടാനായിട്ട് പോലീസൊക്കെ അവിടെ ഉണ്ട്. കാരണം അവരുണ്ടായിട്ട് എന്താ കാര്യം? ഈ ചെളി വെള്ളം എന്തായി? ഈ രാഷ്ട്രീയക്കാരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? എങ്കിൽ കൊണ്ടുവരി. അല്ലാതെ വെറുതെ തമ്മിൽ തല്ലി വെട്ടിയും കുത്തിയും ചാകാതെ.